ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എഗെയിൻ ഒരു ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആൻഡ് എനിക്കറിയാം നിങ്ങളെ പലർക്കും ഈ ഒരു ടോപ്പിക്ക് മടുപ്പായി തുടങ്ങുന്നുള്ളത്. കുഴപ്പമില്ല, നമുക്ക് വരും ദിവസങ്ങളിൽ മാറ്റി പിടിക്കാവുന്നതാണ്. ആൻഡ് ഇതൊരു ഫൺ ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ല. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്നുള്ള ആ ഒരു പരിപാടിക്ക് ശേഷം ഏറ്റവും പുതിയ ഇറക്കിക്കുന്ന ഒരു സാധനമായിരുന്നു വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു പ്രസ്താവന. അപ്പം അത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ, ഒരു പൊതുജനം എന്ന നിലയിൽ നമുക്ക് ഇതിനെ റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം കോന്നിയിൽ ആ ഒരു പ്രചരണത്തിന് വന്നപ്പോഴാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ചോദ്യം അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ആ ആവശ്യം നിറവേറ്റുന്നതിന് നമ്മുടെ കയ്യിൽ ഓംബ്ര അങ്ങനെ ചെയ്തോളാം കേട്ടോ. ഇതെന്തോന്നടേ, രാജഭരണമോ കൽപ്പിക്കാനെ കൊണ്ട്? നമ്മൾ അങ്ങോട്ട് ചോദിക്കും, മറുപടി പറയുക. അതിനാണ് നിങ്ങളെ എവിടെയൊക്കെ കൊണ്ടിരുത്തിയേക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? വീട്ടിൽ പോയി ചോദിക്കുന്നത് അല്ല. ഇവർ ഈ ഇലക്ഷന് നമ്മുടെ അടുത്ത് വോട്ട് വന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് തന്നെ പറഞ്ഞാൽ മതിയല്ലോ വീട്ടിൽ പോയി ചോദിക്കുന്നത്, അല്ലേ? അതല്ലേ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ഇങ്ങോട്ട് എങ്ങനെ തിരിച്ച് അങ്ങോട്ട് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. നമ്മൾ പൊതുജനമാണ്, ചോദ്യം ചോദിക്കും. നമ്മൾ വോട്ട് കൊടുത്ത് നമുക്ക് വേണ്ടി പണിയെടുക്കാനെ കൊണ്ട് കൊടുത്തേക്കുന്ന സ്ഥാനങ്ങളാണ് ഇവർക്ക് ഇത് ഓരോന്നും, അല്ലേ? അങ്ങനെയുള്ളപ്പം നമ്മൾ ചോദ്യം ചോദിക്കും. നമ്മുടെ വീട്ടിൽ പറമ്പിൽ ഒരാളെ കിളയ്ക്കാനെ കൊണ്ട് നമ്മൾ വിളിക്കുകയാണ്. അയാൾ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. അപ്പൊ ശരിയായില്ലെങ്കിൽ അതെന്ത് അങ്ങനെ ചെയ്യുന്ന, ഇതെന്ത് ഇങ്ങനെ നമ്മൾ ചോദ്യം ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് അയാൾ മറുപടി പറയാതെ വീട്ടിൽ പോയി ചോദിക്കുന്ന ആ പണിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അത്ര ആ ഒരു ലോജിക്ക് ചിന്തിച്ചാൽ മതി. അത്രയല്ല ഉള്ളൂ ഇവിടെ. ഇതെന്തോന്ന് രാജഭരണോ കൽപ്പിക്കാനൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ ചോദ്യം ചോദിച്ചേക്കുന്ന വ്യക്തി സത്യം പറഞ്ഞാല് ഇത് കുഴപ്പമില്ല, അത് എന്റെ തെറ്റാണെന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുള്ളി പറയുന്നത് കേൾക്കാം. ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം. അതായത് ഞാൻ ഉദ്ദേശിച്ചത് 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫണ്ട് മുഖ്യമന്ത്രി സംസാരിച്ചതാണ്, മുന്നോട്ടുള്ള വികസനം ചെയ്യാൻ ഫണ്ട് BJPയുടെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മുന്നോട്ടുള്ള ഫണ്ട് കണ്ടെത്തും എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കാരണമായിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ അവസരത്തിൽ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അന്നത്തെ ആവശ്യത്തിൽ ഞാൻ ചോദിച്ചു പോയി. ഇത്രേ സംഭവിച്ചുള്ളൂ. അവിടെ വീട്ടിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയപ്പോൾ തടസ്സപ്പെടുത്താൻ പാടില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്ത തെറ്റാണ്. പാർട്ടി പ്രവർത്തനമാണ്. അതെ, ഞാൻ CPMന്റെ പ്രവർത്തനമാണ്. പൊന്നേട്ടാ, അടിമയാവല്ലേ. നിങ്ങളൊരു CPM പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കുഴപ്പമില്ല, നമ്മളുടെ ഭരിക്കുന്ന ഒരു വ്യക്തിയല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതാവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അത് കുഴപ്പമില്ല, അത് എൻ്റെ ഭാഗത്ത് തെറ്റാണ്, അങ്ങനെയാണോ പറയേണ്ടുന്നത്? ഇതാ പറഞ്ഞൊരു അടിമയായിട്ട് നിങ്ങൾ മാറരുതേ, അത്രേ പറയാനേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ, ഇപ്പം ഈ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തിയാണെങ്കിലും ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഉത്തരം തന്നേ പറ്റുള്ളൂ, അല്ലേ? ഇപ്പം അങ്ങനെ ഒരു സ്ഥലത്തിരുന്നുണ്ട് ഇപ്പം നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് ഇത്രയും ആളുകളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി തിരിച്ച് ഈ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ നാണം കെട്ടു പോവല്ലേ, അല്ലേ? ഇപ്പം ഇദ്ദേഹത്തിന് കുഴപ്പമില്ല, ഇദ്ദേഹം അത് കുഴപ്പമില്ല, എൻ്റെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അടിമത്തത്തിലുള്ള ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് ഇദ്ദേഹം ഇതിനെ ഈ ഒരു കാര്യത്തെ ഇവിടെ സമീപിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ബ്യൂട്ടി ആയിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസം എന്താണെന്ന് പോലും അറിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ നേതാക്കന്മാരായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണിത്, അല്ലേ? ഞാൻ അവസാനമായിട്ട് കണ്ടേക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. ഞാൻ അതിനുശേഷം കണ്ടേക്കുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരിലെ കുറച്ച് ആളുകളെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഒരു തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഈ പണ്ടൊരു ഈ ഡയലോഗ് പറയുന്ന സിനിമയിലുള്ള ഈ മുതലാളിത്ത ദുഷ്പ്രബുദ്ധത്തിനെതിരെ പോരാടി അങ്ങനെ ഒരു സംഭവമൊക്കെ പറയുമല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ആ രീതിയിലൊക്കെ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ചെയ്തേക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഭയങ്കര വിപരീതമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത്. ഇത് രാജഭരണമല്ല. കമ്മ്യൂണിസം എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ നേതാക്കന്മാരുടെ ഈ ഒരു സ്ഥാനത്ത് കയറിയിരിക്കുന്നത്, ഉള്ള കാര്യം പറയാനല്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മീഡിയാസിന് ബൈറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താ കാര്യം, നമുക്ക് അതുകൂടെ കേൾക്കാം. ആവേശത്തിന്റെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ അല്ല, നിങ്ങൾ ഞാനൊക്കെ അറിയാതെ അങ്ങനെ ചോദ്യം ചോദിക്കാനല്ലോ പത്രസമ്മേളനമല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞാൽ. ഈ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പത്രസമ്മേളനം ആയതുകൊണ്ടല്ലേ. നിങ്ങളെല്ലാവരും വന്ന് എന്റെ പൊതുയോഗത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആളും ചോദ്യം ചോദിക്കൂ. അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അത് തന്നെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ. പൊതുയോഗത്തിന് പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്.
പൊതുയോഗത്തിൽ നമ്മൾ ഒരാൾ സംസാരിക്കാൻ ചെല്ലുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആരോ ആവട്ടെ സംസാരിക്കുന്നു. ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, പോകണം. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ. അതല്ലേ അതിന്റെ രീതി. അത് കലക്കുന്നതിനോ ബഹളം വെക്കുന്നതിനോ എന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. പണ്ട് വേറൊരു രീതി ഉണ്ടായിരുന്നു. എവിടെ ഇതിനകത്ത് കമ്മ്യൂണിസം? എവിടെ കമ്മ്യൂണിസ്റ്റ് ആശയം? എവിടെ? പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, താല്പര്യമില്ലാത്തവർ ഇറങ്ങി പോവുക. എന്ത് രാജാവാ, രാജഭരണവാ? നമ്മളൊക്കെ എന്ത് രാജാവിന്റെ പ്രജകളാ? അല്ല, ഇവിടെ രാജാവ് നമ്മൾ പൊതുജനമാണ്, വോട്ട് ചെയ്യുന്ന നമ്മളാണ് രാജാവ്. നിങ്ങൾ നമ്മുടെ പണിക്കാരാണ്, അത് മറന്നു പോകരുത്. പറഞ്ഞ മനസ്സിലായി? അത് മറന്നു പോകരുത്. ചില ആൾക്കാര് വളരെ ദശാബ്ദങ്ങൾക്ക് മുൻപാണ്, ഇപ്പൊ നിങ്ങളെ ഈ പ്രായത്തിലല്ല. അപ്പോ ചിലയിടത്ത് പോയാല് ഒരു കടലാസിൽ ചോദ്യം എഴുതിയിട്ട് കൊണ്ടു കൊടുക്കും. ഇപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണോ ഈ പൊതുയോഗത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ചില ആൾക്കാർ ചിലതിനെ എതിർക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെയുള്ളതൊന്നും നമ്മൾ സാധാരണ പൊതുമര്യാദയിൽപ്പെട്ടതല്ല. പിന്നെ പൊതുമര്യാദയൊന്നും പാലിക്കേണ്ടതില്ല, പിണറായി വിജയന്റെ മീറ്റിംഗ് ആയാലും ഇങ്ങനെയൊക്കെ ആയിക്കോളുമെന്ന് KCP വേണുഗോപാലിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായല്ലോ അത് ശരിയല്ലാതെ വന്നു. അത് തന്നെയല്ലേ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോടും പറഞ്ഞത്, പോയി ചോദിച്ചപ്പോൾ. അത്രയും അതിനെ കാണേണ്ടതുള്ളൂ. ഞാനതിനെ കാണുന്നത് രാജാവും പ്രജയും എന്ന നിലയിലാണ് കേട്ടോ. പിന്നെ എനിക്ക് 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള അറിവില്ലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തിരിച്ചു തരിക എന്നുള്ളത് മാത്രമേ പറയണുള്ളൂ. പിന്നെ ഇവിടെ ഈ കാരണവർ ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഓക്കെ, ഇവിടെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് നമ്മൾ വോട്ട് കൊടുത്ത് നമ്മളുടെ പണിക്കാരായിട്ട് നമ്മൾ പിടിച്ചിരുത്തിയേക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ ഉത്തരം തന്നേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ഞങ്ങൾ പൊതുജനങ്ങളാണ് രാജാവ്, നിങ്ങൾ നമ്മുടെ പണിക്കാർ മാത്രമാണ്. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇതിന് മുന്നേ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രചരണത്തിന്റെ ടൈമിൽ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം സെയിം സിനാരിയോ ഉണ്ടായപ്പോഴത്തേക്കും അതിനെ സമീപിച്ചിരിക്കുന്ന രീതി കൂടെ നമുക്ക് കാണാം. ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലാവുന്നുണ്ട് ആ ക്ലിപ്സ് ഒക്കെ. ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് 10% വീതം പൂട്ടുക UDFന്റെ മദ്യനയം അനുസരിച്ച് 2 കൊല്ലത്തെ പൂട്ടിക്കഴിഞ്ഞു. അത് പൂട്ടുവോ? ഇതൊക്കെ അങ്ങനെയുള്ള വശവും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒറ്റയടിക്ക് പൂട്ടാറുള്ളത്. തങ്കം സാർ, അവര് രാജാവെ നിങ്ങൾ നഗ്നനാണ്, പോയി തുണി കൊടുക്ക്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് ഈ രീതിയിലും ഈ ഒരു വിഷയത്തെ സമീപിക്കുക, ഇങ്ങനെ നമുക്ക് ഇതിനെ സമീപിക്കാം, മനസ്സിലാക്കൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് സുജിത് ഭക്തൻ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ആ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് കേൾക്കാം. കേറി വാടാ മക്കളെ എന്ന്. നമസ്കാരം, ഞാൻ സുജിത്ത് ഭക്തൻ. എനിക്ക് ചാറ്റ് വിത്ത് ഭക്തൻ എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. എനിക്ക് താങ്കളുമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു പേടിയുണ്ട്, കടക്ക് പുറത്തുനിന്ന് പറയുമോ എന്നുള്ളതാണ് എന്റെ പേടി. ആ പേടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ്. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഗോഡ് ഫാദർ പറഞ്ഞ കാര്യമാണ്, കേരിവാടാ മക്കളെ എന്ന്. ഓ, അടിപൊളി, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് തുടങ്ങാം. യൂട്യൂബിൽ കാണാം നമ്മളുടെ പോഡ്കാസ്റ്റ്. കേറിവാടാ മക്കളെ എന്നല്ല, വീട്ടിൽ പോയി പറ മക്കളെ എന്നാണ് പറയേണ്ടുന്നത്, അല്ലേ? എൻ്റെ പൊന്നു, ഇത് പറഞ്ഞതിൻ്റെ തൊട്ട് പുറകെയാണ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നിങ്ങൾ നോക്കണം, ലേറ്റസ്റ്റ് കമൻറ്റ്സ് ഒക്കെ എല്ലാം ഇതാണ്, കേറിവാടാ മക്കളെ, അല്ലെങ്കിൽ കടക്ക് പുറത്ത് ക്രോസ് ഇട്ടിട്ട് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ടിക്ക്. പുതിയ ലേറ്റസ്റ്റ് സാധനം അതാണല്ലോ. ഇനി വരും ദിവസങ്ങളിൽ ഇനി ഏതൊക്കെയാണ് പറയാൻ പോകുന്നത് നമുക്കറിയത്തില്ല. സാധാരണ ഈ ഒരു ഇലക്ഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ മാക്സിമം ഒരു അഭിനയത്തിന്റെ ഒരു മുഖം മൂടിയൊക്കെ ഇട്ട് നിൽക്കാനൊക്കെ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇത് അതുപോലും ഇല്ല, അല്ലേ? അത്രയും വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ റീസെന്റ് ആയിട്ട് ലാലേട്ടനുമായിട്ട് എടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിനകത്തിൽ ഇതിന് എത്ര രൂപ ചെലവായി എന്നുള്ള കാര്യം പറഞ്ഞു, നമുക്കതൊന്ന് കേൾക്കാം. നടൻ മോഹൻലാൽ മുഖ്യമന്ത്രി ഒരു അഭിമുഖം നടത്തി, എല്ലാവരും അത് കണ്ടു ആസ്വദിച്ചു. അതിന്റെ ചെലവിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഖജനാവിൽ നിന്നാണ് പണം പോയിരിക്കുന്നത്. എത്രയാണ് ചെലവ്, എങ്ങനെയാണ് ചെലവാക്കിയത്? കൃഷ്ണമോഹൻ നമുക്ക് തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, ഗുഡ് മോർണിംഗ്. എത്ര ചെലവായി? സർക്കാരിന്റെ പോക്കറ്റിൽ നിന്നാണോ, കണക്ക് പുറത്തു വന്നോ, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? PG തിരുവല്ല സ്വദേശിയായ പൊതുപ്രവർത്തകൻ റെജോ വള്ളംകുളം നൽകിയ ഒരു വിവരാവകാശ അപേക്ഷയിലാണ് ഇപ്പോൾ ഈ മറുപടി നൽകിയിരിക്കുന്നത്. അതിലെ ചോദ്യം ഒന്നിങ്ങനെയായിരുന്നു: സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ, മലയാള സിനിമയിലെ മോഹൻലാൽ ഇവർ തമ്മിലുള്ള അഭിമുഖത്തിന് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ?
അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയാണ് വിശദമാക്കുക. അതിനുള്ള മറുപടിയായി ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയിരിക്കുന്നത് അങ്ങനെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എത്രയാണ് ചോദ്യത്തിന് 11,21,000 രൂപ എന്നുള്ള ആദ്യ ചോദ്യത്തിന് മറുപടി. രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ചത് സർക്കാർ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് പ്രസ്തുത അഭിമുഖത്തിനായി ഉപയോഗിച്ചത് വിശദാംശങ്ങൾ. സർക്കാർ സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് വിവരാവകാശ മറുപടിയായി ചോദ്യത്തിന്, രണ്ട് ചോദ്യങ്ങളാണ് ആ രണ്ട് ചോദ്യത്തിന് മറുപടിയായി നൽകിയത്, അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം തന്നെയാണ് ഈ വിവരാവകാശ രേഖ പുറത്തുവിട്ടത്. എന്തായാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഇലക്ഷന് തൊട്ട് മുൻപാണ്, ഇലക്ഷൻ്റെ പ്രചാരണാർത്ഥമാണ് ഈ മോഹൻലാലുമായുള്ള അഭിമുഖം നടന്നത്. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് നടന്നത്. ഈ ഒരു ചെലവ് 11,21,000 എന്ന് കാണുമ്പോൾ നമുക്കതിന്റെ പിരിവുകൾ ഇതിലില്ല. അതായത് എന്താണ് ഇനം തിരിച്ചുള്ള ചെലവ് കാണിക്കുന്നില്ല. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. അപ്പോൾ 11,21,000 രൂപ ചെലവായത് മനസ്സിലാക്കുന്നത് ഇതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയതും മറ്റുമൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇതിന്റെ ഷൂട്ടിംഗ് എക്സ്പെൻസോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിൽ സംബന്ധിച്ച് കൂടുതൽ വിശദാംശം നമുക്ക് അറിയില്ല. എന്തായാലും നടൻ മോഹൻലാലിന് പൈസ കൊടുത്തുവെന്ന ചോദ്യവുമില്ല. അദ്ദേഹത്തിന്റെ പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ വാങ്ങാതെയാണോ ചെയ്ത് ആ ചോദ്യവും വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടുമില്ല. എന്നാൽ നിലവിൽ ഈ അഭിമുഖം നടത്താൻ 11,21,000 ചെലവായി എന്നുള്ളതാണ് ഈ റജോ വള്ളംകുളം എന്ന പൊതുപ്രവർത്തകൻ നൽകിയ വിവരാവകാശ മറുപടിയായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ തൊട്ട് മുൻപായിരുന്നു ഏറെ ചർച്ചയായ അഭിമുഖം മുഖ്യമന്ത്രി മോഹൻലാലുമായി നടന്നത്. ഇലക്ഷൻ പ്രചാരണം നടത്തിയതാണ്. അതിൽ പിന്നീട് പല ചർച്ചകൾ നടന്നു. ഇത് ഇലക്ഷന്റെ ഒരു PR വർക്കാണ്, അത് പ്രതിപക്ഷമടക്കം അതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ പ്രതിപക്ഷത്തെ മറുചോദ്യമായി പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ മോഹൻലാലുമായി നടത്തിയ അഭിമുഖമായി CPM അതിനെ പ്രതിരോധിച്ചു. അങ്ങനെ വലിയ ചർച്ചകൾ അന്ന് തന്നെ ഉണ്ടായ ഒരു അഭിമുഖമാണിത് നടൻ മോഹൻലാലുമായുള്ളത്. അപ്പോൾ ഇതിന്റെ ചെലവെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ 11,21,000 രൂപയുടെ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ വിശദമായ പിരിവുകളില്ല. അതുകൊണ്ട് നടൻ മോഹൻലാലിന് നൽകിയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് എന്താണെന്നുള്ളത് വിശദാംശമില്ല. നിലവിൽ ഈ അഭിമുഖത്തിന് ആകെ ചെലവായ 11,21,000 രൂപയാ ഒരു ഇന്റർവ്യൂവിനാ. ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ സൈഡ് ഇതിൻ്റെയൊക്കെ കോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ മുമ്പ് മീഡിയയിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ ഏകദേശം എത്ര രൂപയാവും എന്നുള്ളത് എനിക്ക് അറിയാം. ഓക്കെ, എത്ര രൂപയാവും? ഇപ്പം ഓൾറെഡി ഇപ്പം ഏതെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ റെൻറ്റിന് സാധനം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ ഒരു 10 രൂപയാവുമായിരിക്കും. പോട്ടെ, അങ്ങനെ 50,000 രൂപ കൂട്ട്, അത്രയൊന്നും ആവില്ല. എന്നാലും പറഞ്ഞതാണ്, അങ്ങ് കയറ്റി പറഞ്ഞു. ഞാനൊരു 4-5 ഇരട്ടി അങ്ങ് കയറ്റി പറഞ്ഞു. ഒരു 50,000 രൂപ തന്നെ അങ്ങ് കൂട്ട്. ബാക്കി പൈസ ലാലേട്ടനാണ് 11,020 ഇത്രയും പറയുമ്പോഴത്തേക്കില്ല. ബാക്കി ഈ 10 ലക്ഷമോ അല്ലെങ്കിൽ 11 ലക്ഷം രൂപ അല്ലെങ്കിൽ അത്രയും രൂപ ലാലേട്ടന് കൊടുത്തു. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി? മനസ്സിലാവണില്ല. 11,21,000 രൂപ ഒരു ഇന്റർവ്യൂവിന്. അവിടെ ഗൊമ്മാളെ. അത് മാത്രമല്ല, ഇതിന്റെ പുറകെ സുജിത് ഭക്തനായിട്ട് എടുത്തേക്കുന്ന പോഡ്കാസ്റ്റ്, പിന്നെ എനിക്ക് തോന്നുന്നു Q സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു അടുത്തൊരു ഇന്റർവ്യൂ വന്നേക്കുന്നത്. ഇങ്ങനെ ഈ പറയുന്ന ഇന്റർവ്യൂസിനകത്തേക്ക് ഇനി എത്ര ലക്ഷം രൂപ പൊട്ടിച്ചു എന്നുള്ളതാണ് നമുക്കറിയാത്തത്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി, ബൈ.